ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു പുതിയ ക്യാമറ മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നുള്ള വീഡിയോസ് മുഴുവൻ ഇതിലെടുക്കാന്നാണ് വിചാരിച്ചില്ല. ഇത് DJയുടെ ഓസ്മോ ആക്ഷൻ 4 എന്നുള്ള ക്യാമറയാണ്. അത് സ്റ്റാൻഡേർഡ് കോമ്പോണ് മേടിച്ചില്ല. ഇപ്പൊ റീസെന്റ് ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഓഫർ നടക്കുന്നുണ്ട്, അതിൽ മേടിച്ചതാണ്. വലിയ കുഴപ്പമില്ലാത്ത മാന്യമാരായിട്ട് നമുക്ക് കിട്ടി. ഇതിന്റെ ഒരു അഡ്വഞ്ചർ കോമ്പോ ഉണ്ട്, അതിന് കുറച്ചും റേറ്റ് കൂടും. ആ സാധനത്തിൽ കുറച്ചും കൂടി നമുക്ക് ആക്സസറീസ് കൂടുതലുണ്ട്. അതിനൊപ്പം ഒരു സെൽഫി സ്റ്റിക്ക് വരുന്നുണ്ട്, ബാറ്ററി കേസിംഗ്, ബാറ്ററി ചാർജിങ് കേസ് വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയൊരു കിറ്റാണ് വരുന്നുള്ളൂ. നമുക്ക് നോക്കി നോക്കാം എന്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുറക്കാം. ഫസ്റ്റ് ഒരു ക്യാമറ ആദ്യമേ തന്നെ ഇരിക്കണ്ടല്ലോ. ക്യാമറ ഇരിക്കട്ടെ. പിന്നെ ഇതാണ് ആക്സസറീസിന്റെ കോമ്പോ. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് എന്താ വരുന്നത്? അതിനകത്ത് ഇതിന്റെ പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ ഇതിലുള്ള, പിന്നെ കുറച്ച് പേപ്പർ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കേബിൾ ഉണ്ട്. പിന്നെ ഇതിന്റെ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കുറച്ച് ആക്സസറീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ബാറ്ററി എല്ലാം ഇതിലുള്ളതൊന്നുമില്ല. യെസ്, ഇതിനകത്ത് അത്യാവശ്യം ആവശ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുമ്പിലാണ്. ബാറ്ററി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു മൗണ്ട് വരുന്നുണ്ടല്ലോ, ഹെൽമെറ്റിനൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം വരുന്നുണ്ട്. പിന്നെ അതായത് മാഗ്നറ്റിക് ബേസിന്റെ മൗണ്ട്. പിന്നെ അതാ ക്യാമറയുടെ കേസ്. ഈ ക്യാമറ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. ഇത് പോരാ നമുക്ക്. അങ്ങനെ സാധനം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് DJI Osmo Action 4 ക്യാമറയുടെ സ്റ്റിക്കർ നമുക്ക് പറിച്ച് കളയാൻ. ഇതാണ് നമ്മുടെ ക്യാമറ യൂണിറ്റ്. ഇത് കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനമുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിയിൽ മാഗ്നറ്റിക് മൗണ്ടിന്റെ സ്ഥലമുണ്ട്. അത് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് നമുക്കതൊന്ന് മാഗ്നറ്റിക് മൗണ്ട് ഒന്ന് തുറന്നു നോക്കി നോക്കാം. നല്ല ടൈറ്റിലാണ് ഇതൊക്കെ ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് മൗണ്ടായി. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് റിലീസാവും. നമുക്ക് ട്രൈപോഡിൽ മറ്റൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാം. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്. ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇട്ട് നോക്കാം. ഈ സൈഡിലാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത് തോന്നുന്നു. നോക്കി നോക്കാം. യെസ്, ഈ സൈഡിലാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതാണ് ബാറ്ററി. ചെറിയൊരു ബാറ്ററി വരുന്നത് നോക്കട്ടെ. ഇവിടെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും കൂടി ഉണ്ട്. നമുക്ക് മെമ്മറി കാർഡും കൂടി ഇട്ട് നോക്കിയിട്ട് ഇത് ഓൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്പും കൂടി വരുന്നുണ്ട്. ഈ ഡിവൈസ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്തായാലും ഇപ്പം നമുക്ക് ചെയ്യണ്ട. നമുക്ക് തൽക്കാലം ഇത് ഓപ്പൺ ചെയ്യാം. അതിൽ ഡേറ്റും ടൈമും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാം. അല്ല, ടൈം ആദ്യം സെറ്റ് ചെയ്യാം. ടൈം 24 hours അതിനകത്ത് കിടക്കണല്ലോ. അപ്പോൾ ഓക്കെ, ഇതാണ് ക്യാമറയുടെ ക്വാളിറ്റി. ഫ്രെയിം റേറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് 24 ഉണ്ട്, 25 ഉണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ്റെ ഓപ്ഷനുകൾ 2.7K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 2.7K അല്ല 4K വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പിന്നെ ഫ്രെയിം റേറ്റുകളുണ്ട് അടിയിൽ.
ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ സാമ്പിൾ വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം. പിന്നെ സാമ്പിൾ വീഡിയോ അല്ല, ഇനി ഇവിടെ നിന്ന് എടുക്കുന്ന ഒരുവിധം വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ തന്നെയായിരിക്കും എടുക്കാൻ ചാൻസ്. ഇനിയുള്ള ട്രാവലിങ്ങിലും എല്ലാത്തിലും നമ്മൾ ഈ ക്യാമറ യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഇത് മേടിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ നോക്കാം നമുക്ക്.